43ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും അധികം സന്ദർശകരെത്തിയ ദിവസമാണ് ഇന്ന്. 12ാമത്തെ ദിവസം അവസാന നാളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധന. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് പ്രസാധകരൊക്കെ തന്നെ ഏതാണ്ട് 85% വരെ ഓഫറിലാണ് പുസ്തകങ്ങൾ നൽകിയിരുന്നത്. അതുകൊണ്ട് പുസ്തകം വാങ്ങാൻ നിരവധി പേരെത്തി. മാത്രമല്ല, ഫുട്ബോൾ ഇതിഹാസം ഈജിപ്ത് താരം മുഹമ്മദ് സലയുടെ സാന്നിധ്യം. മുഹമ്മദ് സല എത്തിയപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് ആസ്വാദകരെല്ലാവരും തന്നെ, ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുത്തത്. 6-ാം തീയതി തുടങ്ങിയിട്ടുള്ള പുസ്തകോത്സവം 12 ദിവസം നീണ്ടുനിന്ന് ഇന്ന് 17ാം തീയതി അവസാനിക്കുകയാണ്. പുസ്തകോത്സവത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ എത്തിയിട്ടുള്ള ഒരു പുസ്തകോത്സവമാണ്, ഏറ്റവും അധികം പ്രസാധകരെത്തിയിട്ടുള്ള മേളയാണ്. 2500-ലധികം പ്രസാധകർ, 112-ലധികം രാജ്യങ്ങൾ. അതോടൊപ്പം ഈ കാണുന്നത് മൊറോക്കോയാണ് ഇത്തവണത്തെ അതിഥി രാജ്യമായി എത്തിയിട്ടുള്ളത്. ഇങ്ങനെ സന്ദർശകരുടെ എണ്ണത്തിലും പ്രസാധകരുടെ എണ്ണത്തിലുമൊക്കെ വലിയ റെക്കോർഡ്. മാത്രമല്ല, പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തതിന്റെ കാര്യത്തിലും റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് 400ഓളം പുസ്തകങ്ങൾ ഇന്ത്യൻ 7ാം നമ്പർ പവലിയനിൽ 7ാം നമ്പർ ഹാളിൽ തന്നെ പ്രകാശനം ചെയ്തു. ഇങ്ങനെ ഇത്തരത്തിൽ പുസ്തക പ്രകാശനത്തിലൊക്കെ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തവണ പുസ്തകോത്സവം സമാപിക്കുന്നത്. ഒരു പുസ്തകത്തിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകോത്സവം ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഇവിടെ വിറ്റുപോയത്. ലോകത്തിലെ 3ാമത്തെ വലിയ പുസ്തകോത്സവത്തിന് ഇവിടെ സമാപനം. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.